എന്റെ അടുത്ത് നിന്നിട്ട് ഒരാൾ പറഞ്ഞു ലൈലത്തുൽ ഖദറിനെ കാണാൻ കൗരവുള്ള രാത്രിയാണ്, മുത്തുനബി ജനിച്ച രാത്രി എന്ന് ഒരു ഉസ്താദിന്റെ നാട്ടിൽ നിന്ന് വഅള് പറഞ്ഞിക്കണ്. എന്നിട്ട് എനിക്ക് ഉറക്ക് കിട്ടിയിട്ടില്ല. ഞാൻ മൂപ്പരോട് ചോദിച്ചിട്ട് മൂപ്പര് തെളിവൊന്നും വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടില്ല. നല്ല മനുഷ്യനാട്ടെ, മോശക്കാരനല്ല, ഉസ്താദും മോശക്കാരനല്ല, മൂപ്പരും മോശക്കാരനല്ല, ഞാൻ ഉള്ള കാര്യം പറയാം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അതിന്റെ തെളിവ് ചോദിക്കാൻ വന്നാണ്. എനിക്ക് ഇന്നലെ ഉറക്കിട്ടിട്ടില്ല. നല്ലൊരു മനുഷ്യനാണ്, മൂപ്പർക്ക് ഉറക്കിട്ടില്ലായിരിക്കും. അപ്പൊ എന്തേ ഉറക്കിട്ടാന്ന് ചോദിച്ചപ്പോ മൂപ്പര് പറഞ്ഞ കാര്യം എന്താ അറിയാം, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ എന്ന സൂറത്ത് ഓതി മൂപ്പര്. അതില് ആ രാത്രിയാണ് ഏറ്റവും മഹത്തായതെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മള് റസൂലുള്ളാഹി തങ്ങൾ ജനിച്ച രാത്രിയാന്ന് പറയുമ്പോ എന്താണ് അതിന്റെ രേഖ? ഞാൻ പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് തെറ്റ് പറ്റിയതാണ്. എന്ത് തെറ്റ്? എല്ലാ രാത്രിയേക്കാളും മഹത്തായതാണെന്ന് ഖുർആനില്ല. പിന്നെ ഇല്ലാത്ത നിങ്ങൾ ഇതിനെ മനസ്സിലാക്കിയത്. അപ്പൊ എന്താ ഉള്ളത്? നിങ്ങൾ അർത്ഥം വെക്കി. ലൈലത്തുൽ ഖദ്ർ ഉത്തമമാണ് മിൻ അൽഫി ഷഹർ, 1000 മാസക്കാണ്. എത്ര മാസം കൂടെ കഴിഞ്ഞു? 1000 കഴിഞ്ഞിട്ടുള്ളൂ. 1000 മാസത്തേക്കാൾ മഹത്തായ പ്രത്യേകത ലൈലത്തുൽ ഖദ്റിനുണ്ട്. ഓക്കെ, ഇവിടെ പറഞ്ഞത് കാര്യം എന്തായാലും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തിയ, റമദാനിൽ വന്നു ചേരുന്ന നമുക്ക് അള്ളാഹു നൽകിയ ഒരു നിഅമത്തായ 1000 മാസത്തേക്കാൾ പവിത്രമായ ഒരു രാത്രി. ആ രാത്രിയെ പ്രതീക്ഷിച്ചു കൊള്ളുവാൻ അള്ളാഹുവിന്റെ ഹബീബും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ലൈലത്തുൽ ഖദ്ർ അത്രയും വലിയ പ്രാധാന്യമുള്ളത് കൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലൂടെ അത് നമുക്ക് പഠിപ്പിച്ചു തരുന്നതും. 1000 മാസത്തേക്കാൾ പ്രാധാന്യമുള്ള പവിത്രമായ ഒരു മാസം എന്ന് പറഞ്ഞാൽ 80 വർഷത്തിന് മുകളിൽ, 80 വർഷത്തേക്കാൾ കൂടുതൽ, ഒരു മനുഷ്യ ആയുസ്സിനേക്കാൾ കൂടുതൽ നമുക്ക് പുണ്യങ്ങൾ വാരിക്കൂട്ടാൻ കഴിയുന്ന ഒരു രാത്രിയെ കുറിച്ചാണ്. ആ രാത്രിയേക്കാൾ പവിത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് എന്ന് യുക്തി കൊണ്ട്, ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ പോരാ. അള്ളാഹു പറയണം, അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണം. എന്നാൽ ഈ വിഷയത്തിൽ മാ ഖാല അല്ലാഹു വമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണ് അള്ളാഹുവും അള്ളാഹുവിന്റെ ഹബീബും പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച രാത്രി, ആ രാത്രിക്ക് ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമുണ്ട് എന്നുള്ളത് എവിടെയാണ് പറഞ്ഞത്? അല്ല, അതറിയണല്ലോ. ഇനി ഇതിന്റെ കുറച്ച് ബാക്കി കൂടി കേൾക്കാനുണ്ട്. അത് കഴിഞ്ഞാല് ഇവര് മദ്ഹ് എന്ന് പറഞ്ഞുകൊണ്ട് നബിസ്നേഹത്തിന്റെ പേരിലാണല്ലോ ഈ പറഞ്ഞു കൂട്ടുന്നതൊക്കെ. അള്ളാഹുവിന്റെ ഹബീബിനെ അവഹേളിക്കുന്ന ഒരു മുസ്ലിയാരുടെ എന്റെ കയ്യിൽ മുമ്പ് കിട്ടിയതാണ്. മോശപ്പെട്ട ഒരു വീഡിയോ ആയത് കാരണം ഒഴിവാക്കിയതാണ്. ഈ കൂട്ടത്തിൽ കാണിക്കന്നെ വേണം ഇൻഷാ അല്ലാഹ്. എന്തായാലും ഇയാള് ബാക്കി പറയട്ടെ. മുത്തുനബി 1000 മാസത്തേക്കാൾ മഹത്വമുള്ള മുത്തുനബിക്ക്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയത് ഖുർആനിലില്ല. ഖുർആനിൽ അങ്ങനെ ഒരു സ്ഥലത്തുമില്ല ലൈലത്തുൽ ഖദ്റാണ് ഏറ്റവും മഹത്തായ രാത്രി എന്നില്ല. ഇല്ല, ലൈലത്തുൽ ഖദ്റാണ് ഏറ്റവും മഹത്തായ രാത്രി എന്നില്ല. 1000 മാസത്തേക്കാൾ പവിത്രമായ രാത്രി എന്നുണ്ട്. അപ്പോ ഈ 1000 മാസത്തിനുള്ളിൽ എത്ര റബീഉൽ അവ്വൽ വരുന്നുണ്ട്, എത്ര റബീഉൽ അവ്വൽ 12ന്റെ രാത്രി വരുന്നുണ്ട്? അല്ല, അതിനേക്കാളിലൊക്കെ ഈ 1000 മാസത്തെ രാത്രികളെക്കാൾ പവിത്രമായ ഒരു രാത്രിയല്ലേ? അപ്പൊ നിങ്ങളെ നബിദിനത്തിന്റെ തലേ ദിവസം ചെമ്പില് ഇട്ടിട്ട് ബിരിയാണി നെയ്ച്ചോറിട്ട് ഇളക്കണ രാത്രിയല്ല, ആ രാത്രിയും അതുപോലത്തെ അല്ലേ, അതുപോലെ നിരവധി രാത്രികൾ കൂടിയ ഒരു രാത്രി, അല്ലെങ്കിൽ അതുപോലെ നിരവധി രാത്രികൾ കൂടി ഉൾപ്പെടുന്ന, അതുപോലത്തെ 80ൽ കൂടുതൽ രാത്രികൾ കൂടി ഉൾപ്പെടുന്ന ലൈലത്തുൽ ഖദ്ർ എന്ന രാത്രിയെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മെ പഠിപ്പിച്ചത്. നമ്മോട് ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന 1000 മാസത്തേക്കാൾ പവിത്രമായ ഒരു രാത്രി നിങ്ങൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് പ്രതീക്ഷിക്കുക, അമൽ ചെയ്യുക, ഇബാദത്ത് ചെയ്യുക. ഖുറാഫാത്തും ബിദ്അത്തും ശിർക്കും അല്ല ചെയ്യേണ്ടത്. അതിനുശേഷം ആ രാത്രിയെ നമ്മൾ പ്രതീക്ഷിക്കുക. അത് നമുക്ക് അള്ളാഹും അള്ളാഹുവിന്റെ ഹബീബും പഠിപ്പിച്ചു തന്നു. അതിനേക്കാൾ പുണ്യമുള്ളത് എന്നുള്ളത് ആരെ നിങ്ങൾക്ക് പഠിപ്പിച്ച്, ആരെ നിങ്ങളോട് പറയാൻ പറഞ്ഞത്? ഇനി ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് കുറച്ച് മുൻപ് കിട്ടിയ നൗഷാദ് ഹസനിയുടെ ഒരു പ്രഭാഷണമാണ്. ഒരു പക്ഷേ പലരും കേട്ടിട്ടുണ്ടാവും. ഈ നിരീശ്വരവാദികള് അവര് വല്ലാതെ ഇത് പുറത്തു വിടുന്നുണ്ട്, ഇത് ആഘോഷിക്കുന്നുണ്ട്. അന്ന് പല ആളുകളും ഇതെനിക്ക് അയച്ചു തന്നിരുന്നു. പക്ഷെ അത്രയും മോശമായ കാര്യങ്ങൾ പറയുന്നത് കൊണ്ടാണ് അത് ഞാനൊരു വീഡിയോ റിയാക്ട് ചെയ്യാറുന്നത്. എന്തായാലും ഈ അവസരത്തിൽ ഇവര് നബിസ്നേഹം എന്ന് പറഞ്ഞിട്ടല്ലേ ഈ പറഞ്ഞു നടക്കണമൊക്കെ.
നബി സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് നബിയെ താറടിക്കുന്ന, നബിയെ മോശക്കാരനാക്കി ചിത്രീകരിക്കുന്ന, നബിയെ കുറിച്ച് മറ്റു ഇതര ആദർശത്തിലുള്ള, വിശ്വാസത്തിലുള്ള, മതത്തിലുള്ള ആളുകൾക്കൊക്കെ മുമ്പില് മോശക്കാരനായി കാണിക്കുന്ന ആളുകളിൽ പെട്ടാണല്ലോ ഈ നൗഷാദ് ഹസനി പകരെയൊക്കെ. എന്തായാലും നൗഷാദ് ഹസനി പറയുന്നത് കേൾക്കാം. ഒരു ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങനെ പോവുക. അപ്പൊ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓളാടന്നോട്ടെ. ഹബീബായ തങ്ങൾ കെട്ടാൻ ആഗ്രഹിച്ചു പോയാൽ ആ ഭർത്താവ് തൊലാക്ക് ചൊല്ലൽ നിർബന്ധമാണ്. വല്ലാത്ത ജാതി തൊലാക്ക് അപ്പ ചൊല്ലിക്കൊള്ളും. നല്ല ഒന്നാവരാ ശരീഅത്ത്. ഒരു നിക്കാഹിന്റെ ഈ മൊയന്തിനൊക്കെ വേറെന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ? തലയിൽ കെട്ടും കെട്ടിയിട്ട് ഈ മനുഷ്യന്മാരെ പേപ്പിക്കാൻ നടക്കണോ? അല്ലേ? ഒരു ഭാര്യയും ഭർത്താവും ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ റസൂലുള്ള ഭാര്യനെ കണ്ട് ആ ഭാര്യയിൽ മുഹബത്ത് തോന്നിക്കഴിഞ്ഞാല് റസൂലുള്ള അങ്ങനെ കണ്ട പെണ്ണുങ്ങളെയൊക്കെ നോക്കുകയും ആ നോക്കിയ പെണ്ണിനെയൊക്കെ മുഹബത്ത് വെക്കുകയും ആ പെണ്ണിനോട് ഒരു ഇഷ്ടമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അത്തരത്തിലുള്ള വാക്കുകൾ ആ ഒരു പരിമിതിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. തോന്നിക്കഴിഞ്ഞാല് അങ്ങോട്ട് വെച്ചു പോയിക്കോ, ഇനി ഞാൻ അവളെ കെട്ടിക്കോളാം എന്ന് പറയുന്ന ആളാണോ നൗഷാദെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പോയത്താണ് ഇജ്ജി പറയണത്? ഇജ്ജ് എന്ത് കിതാബാണ് ഓദിക്കണത്? ഇത് പണ്ട് ഞാൻ ചോദിക്കാൻ വെച്ചതാണ്. ഇതിന് ഫുള്ള് കാണിക്കുന്നില്ല, ചെറിയ ആ പറഞ്ഞതിലുണ്ട് എത്രത്തോളം മാരകമായ. ഇതിന്റെ കുറച്ചും കൂടി നീട്ടിയിട്ടൊക്കെ ഇയാൾ പറയുന്നതൊക്കെ ഇത് തന്നെയാണ്. റസൂലുള്ള ഒരു പെണ്ണിനെ കണ്ടാല് ആ പെണ്ണിനെ വിവാഹം ചെയ്തുകൊണ്ട് വൈവാഹിക ജീവിതം അവര് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുമെന്നല്ല ഈ പൊട്ടം പറയണത്. ഒരു ഭാര്യയും ഭർത്താവും കൂടി പോകുമ്പോ, ഭാര്യ ഭർത്താവ് എന്നതിനേക്കാൾ രണ്ട് ഇണകള് അവരിങ്ങനെ പോകുമ്പോ ആണിനോട് പറയാണ്, ഇച്ചെന്റെ പെണ്ണിനെ അവിടെ വെച്ച് പോയിക്കോ, ഇനി ഞാൻ ഓളെ കെട്ടിക്കോളാന്ന്. ഇത് എന്തിന്റെ പേരിലാണ് ഇയാൾ ഈ പറയുന്നത്? നബി സ്നേഹത്തിന്റെ പേരിൽ നാട്ടിലൂടെ നടന്നുകൊണ്ട് കുതൂഹലം നടത്തുന്ന, ഇതുപോലെയുള്ള കാര്യങ്ങൾ നടത്തുന്ന, ഇതുപോലെയുള്ള പിഴച്ച ചിന്താഗതിക്കാരാണ് ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇവർക്ക് റസൂലുള്ളാഹിനോട് ഒരു സ്നേഹവും ഇല്ല. ഇതുപോലെ പോയത്തം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് എന്നുള്ളത് സഹോദരന്മാരെ മനസ്സിലാക്കുക, ചിന്തിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ഈ വിവരക്കേടുകൾക്കെതിരെ തുറന്നടിക്കലുകളുമായിട്ട് രംഗത്ത് വരുന്നത് എന്നാണ് പറയുവാനുള്ളത്.